ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ മിണ്ടാൻ പോണത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു പോയിന്റിൽ നിങ്ങൾ ഇത് അറിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അറിയാത്ത ആൾക്കാർക്കും ഇത് അറിഞ്ഞിട്ടും അതിൻ്റെ ഇമ്പാക്റ്റ് മനസ്സിലാത്ത ആൾക്കാർക്കും വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തും ഈ രണ്ട് സംഭവം നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. പക്ഷെ അത്ര പ്രാധാന്യം കൊടുക്കത്തില്ല. പിന്നെ ലേറ്റർ ഓൺ ഇൻ മൈ കോളേജ് ഇയേഴ്സ് അല്ലെങ്കിൽ പിന്നെ പഠിച്ചു കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് മനസ്സിലായത്. അതിനെപ്പറ്റി മിണ്ടാനുള്ളൊരു വീഡിയോ ആണ്. സോ ഫോർ എവറി college student who is studying right now or any fresh graduates, this is a must do. ഈ രണ്ട് കാര്യങ്ങളും മസ്റ്റായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിനെപ്പറ്റി മിണ്ടാനാണ് ഞാൻ പറയാൻ പോണ. ഫസ്റ്റ് പോയിന്റിന് മുന്നേ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ. ഈ കാലത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം ചോദിച്ചറിയണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നെറ്റ്വർക്ക് ചെയ്യാറ് എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാറ്? പണ്ടത്തെ കാലത്ത് നമ്മുടെ പാരൻസിന് ആർക്കെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ അവർ ത്രൂ നമ്മൾ വിളിക്കും, ചോദിച്ചറിയും. ഞാൻ ഈ ചോദിച്ചറിയണ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ മൾട്ടിപ്പിൾ ഓഫർ ലെറ്റർ കിട്ടി കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങണ പോയിന്റിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി ഉണ്ട്. പല പല പാക്കേജാണ്, പല പല വർക്ക് കൾച്ചറാണ്. നിങ്ങൾക്കിത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ കാലത്ത് മനസ്സിലാക്കണത്? അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊരു പുതിയ ഒരു യൂണിവേഴ്സിറ്റി ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ട്. നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അവിടുത്തെ സ്റ്റൈൽ എങ്ങനെയാണ്, അവിടുത്തെ പഠിത്തം എങ്ങനെയാണ്, അവിടുത്തെ കൾച്ചർ എങ്ങനെയാണെന്ന് നിങ്ങളെങ്ങനെ മനസ്സിലാക്കും? ഈ മോഡേൺ കാലത്ത് ഈ ഇൻ്റർനെറ്റിൻ്റെ യുഗത്തിൽ നമ്മുടെ ഫിംഗർ ടിപ്സ് ഇരുന്ന് തന്നെ നമുക്കത് അറിയാൻ പറ്റും. പക്ഷേ എത്രയും പെട്ടെന്ന് അത് മനസ്സിലാക്കി എത്രയും നേരത്തെ ചെയ്യുന്നോ അത്രയും നല്ലൊരു പോർട്ട്ഫോളിയോ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ആ ഒരു പോയിന്റ് പറയാൻ വേണ്ടിയാണ് ഫസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ എത്തുന്നത്. ഈ മോഡേൺ കാലത്ത് the first thing that I want to convey to you is get a LinkedIn profile. ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നമ്മൾ ജിമെയിലോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ യൂട്യൂബൊക്കെ സൈൻ ഇൻ ചെയ്യണ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് യു നീഡ് ടു ബിൽഡ് എ പോർട്ട്ഫോളിയോ. തിങ്ക് ഓഫ് ലിങ്ക്ഡിൻ ആസ് ഫേസ്ബുക്ക്. ഫേസ്ബുക്കിൽ നമ്മൾ പണ്ടെങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്, നമ്മളാണെങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻ കൊടുക്കുന്നു, നമ്മൾ ആൾക്കാരായിട്ട് നെറ്റ്വർക്ക് ചെയ്യണം ആണല്ലോ. അതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. പക്ഷേ ലിങ്ക്ഡിനിൽ അധികം ഫോക്കസ്ഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, കരിയർ ഗ്രോത്ത്, ഫ്യൂച്ചർ, അങ്ങനത്തെയുള്ള രീതിയിലുള്ളൊരു ഡിസ്കഷനും ജോലി അപ്ലൈ ചെയ്യാനും നമുക്ക് എന്തൊക്കെ വേക്കൻസീസ് എവിടെയൊക്കെ ഓപ്പണിംഗ് ആണ്, ഏതൊക്കെ കമ്പനികൾ ആരൊക്കെ വർക്ക് ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് നെറ്റ്വർക്ക് ചെയ്യാനും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. തിങ്ക് ഓഫ് ലിങ്ക്ഡിൻ ഇൻ ദിസ് വേ. നമ്മൾ പണ്ട് ഫേസ്ബുക്കിൽ എങ്ങനെ ആൾക്കാരായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്, നമ്മൾ ആദ്യം ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് ഇടും, അവർ നമ്മളായിട്ട് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരായിട്ട് ചാറ്റ് ചെയ്യാമല്ലോ. അതുപോലത്തെ ഒരു ഫീച്ചറും ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ ഇവിടെ ഫ്രണ്ട് റിക്വസ്റ്റിന് പകരം കണക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. നമ്മൾ ഓരോ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യണം. നമ്മുടെ കണക്ഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അധികം പേര് അക്സെപ്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ അവരായിട്ട് ഫ്രണ്ടാണെന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ കിട്ടിക്കഴിയുകയാണെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് മെസ്സേജ് ചെയ്ത് ചോദിക്കാം, ഈ ഫീൽഡ് എങ്ങനെയുണ്ട്, ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചതല്ലേ, ഞാൻ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ നോക്കുകയാണ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് എന്താണ്. അപ്പോൾ ഒരേ എക്സ്പീരിയൻസിൽ കൂടെ പോണ ഒരാൾ കാര്യങ്ങൾ നേരത്തെ ഷെയർ ചെയ്ത് തരുമ്പോൾ നമുക്കൊരു ഹെഡ്സപ്പ്, നമുക്കൊരു ഐഡിയയും കിട്ടും കാര്യങ്ങൾ എങ്ങനെയാണ് മുമ്പോട്ടേക്ക് പോകാൻ പോണേന്ന്. അപ്പോൾ ഒന്നും അറിയാണ്ട് ഒരു കാര്യത്തിൽ തല വെക്കണേക്കാട്ടിലും നല്ലത് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും നല്ലത്. അവർക്ക് കൂടുതൽ ഇൻസൈറ്റ്സ് തരാൻ പറ്റും, കൂടുതൽ ഡയറക്ഷൻ തരാൻ പറ്റും, കൂടുതൽ അഡ്വൈസസ് പറയാൻ പറ്റും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ സഹായിക്കാൻ മനസ്സുള്ള കുറേ ആൾക്കാരുണ്ട്, ഇന്ത്യൻസും നോൺ ഇന്ത്യൻസും ആയിട്ടുള്ള കുറേ പേരുണ്ട് ആ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പിന്നെ റിക്രൂട്ടിംഗ് മാനേജറുടെ അടുത്ത് എന്നെ കൺസിഡർ ചെയ്യുമെന്ന് ചോദിക്കാം. പക്ഷേ ഞാനീ പറയണത് ഒരു മാജിക് പില്ല് പോലെയൊന്നുമല്ല. നിങ്ങളിപ്പോൾ ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഉണ്ടാക്കി എന്നിട്ടൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വിളിക്കുമെന്നുള്ള രീതിയിലൊന്നുമല്ല. കാരണം കോമ്പറ്റീഷൻ ഭയങ്കര ഹൈ ആണ്. നിങ്ങളിപ്പോൾ ഒരു പ്രൊഫൈലിൽ കയറി വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങളിപ്പോൾ ഒരു ജോലിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ കോടിക്കണക്കിന് ആൾക്കാർ അതേപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എടുത്തു വെക്കണം. എന്നാലാണ് അങ്ങനെ ഒരു കൺസിഡറേഷൻ കിട്ടത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ജോലിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു 100 പേരുടെ ഇടയിൽ നിങ്ങളെ കൺസിഡർ ചെയ്യണമെങ്കിൽ യു നീഡ് ടു സ്റ്റാൻഡ് ഔട്ട്. അപ്പോൾ ഗ്രാജുവേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നല്ല രീതിയിൽ നിങ്ങൾ സ്കിൽഡ് ആണ് തെളിയിക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ റെസ്യൂമേയിൽ നമുക്ക് പ്രൂഫ് കൊടുക്കാൻ പറ്റും. വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് വി ഡിഡ്. ദാറ്റ് ബ്രിങ്സ് മീ ടു ദ സെക്കൻഡ് പോയിന്റ്, ദാറ്റ് ഈസ് അപ്ഡേറ്റിംഗ് യുവർ റെസ്യൂമേ അറ്റ് എവറി പോയിന്റ്.
നിങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ നിങ്ങളുടെ പഠിത്തം അല്ലാണ്ട് വാട്ട് ഓൾ ആർ ദ തിങ്സ് ദാറ്റ് ആർ മേക്കിംഗ് യു ഇൻഡസ്ട്രി റെഡി. പഠിത്തം ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു പോയിന്റ് നിങ്ങൾ എഴുതും, ഞാൻ ഈ കോളേജിൽ പഠിച്ചിറങ്ങി എൻ്റെ CGP ഇതാണെന്നും പറഞ്ഞിടും. അതല്ലാണ്ട് നിങ്ങൾ ഇൻഡസ്ട്രി റെഡിയാണ്, നിങ്ങൾക്ക് ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കാണിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പോണ പ്രൊജക്റ്റുകൾ അല്ലെങ്കിൽ ഇൻറ്റേൺഷിപ്പുകൾ. ഇപ്പോൾ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനി പ്രൊജക്റ്റ് കാണും, ഒരു മെയിൻ പ്രൊജക്റ്റ് കാണും, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള ഇൻറ്റേൺഷിപ്പ് കാണും. അപ്പോൾ നിങ്ങളുടെ CV-ൻ്റെ അകത്ത് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങളത് ഓരോ പോയിന്റുകൾ എൻ്റർ ചെയ്യുവാണെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് എന്നുള്ളൊരു നിലയിൽ ദാറ്റ് വിൽ ഷോ പ്രൂഫ് വെദർ യു ആർ എക്വിപ്ഡ് ടു ഏൺ എ ജോബ്. അപ്പോൾ അങ്ങനത്തെ തൊട്ട് കാര്യങ്ങൾ ചെയ്യണതും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷേ മൈ ബെസ്റ്റ് അഡ്വൈസ് ടു യു ഇസ്, നിങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ രണ്ട് കാര്യങ്ങളും പാരലലി നോക്കണം. നിങ്ങൾ ഈ സമയത്ത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ നോക്കണ പോലെ തന്നെ ലിങ്ക്ഡിൻ ഉപയോഗിച്ച് തുടങ്ങുവാണെങ്കിൽ അറ്റ് ദി എൻഡ് ഓഫ് യുവർ സ്റ്റഡി ടൈം യു വിൽ ഗെറ്റ് സംതിങ് യൂസ്ഫുൾ. കാരണം നമ്മൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ജോലി കിട്ടണതാണ് സത്യം പറഞ്ഞ എളുപ്പം. കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടായിട്ട് പിന്നെ ജോലിക്ക് കയറാൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. സോ അലോങ് ദ വേ നിങ്ങൾ അപ്ഡേറ്റഡ് ആണ്, നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഫ്രഷ് ഗ്രാജുവേറ്റ്സിന് എടുക്കണ ഒരു സ്ഥലത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ ചാൻസസ് ആർ യു മൈറ്റ് ഗെറ്റ് ത്രൂ. എനിക്കിപ്പോഴും ആൾക്കാരെ അറിയാം ഈ ജോലി കയറി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ പിന്നെ മാസ്റ്റേഴ്സ് ചെയ്യണതിൻ്റെ ഇടയ്ക്കാണ് ഈ കാര്യത്തിനെ പറ്റി കേൾക്കണത് തന്നെ, ലിങ്ക്ഡിൻ എന്താണ് സംഭവം എന്താണ്. ആ പോയിന്റിൽ നിങ്ങൾ തുടങ്ങുവാണെങ്കിൽ യു വിൽ ബി വേ ബാക്ക്. അപ്പോൾ നിങ്ങളൊരു പ്രൊഫൈൽ തുടങ്ങുകയാണ്, നിങ്ങൾ എടുത്ത് വെക്കുന്ന രീതിയിൽ കാണിക്കുവാണ്, നിങ്ങൾ അപ്ഡേറ്റഡ് ആണ്, നിങ്ങൾക്ക് ഇത്രയും സ്കില്ലുണ്ടെന്ന് നിങ്ങൾ കാണിക്കുവാണെങ്കിൽ റിക്രൂട്ടേഴ്സ് അല്ലെങ്കിൽ പിന്നെ ഹയർ ചെയ്യണ ആൾക്കാർ വിൽ ബി റെഡി ടു ടേക്ക് എ ലുക്ക് ഇൻ ടു യു. ദേ മൈറ്റ് ഗിവ് യു എ ചാൻസ്. പക്ഷെ ഞാൻ ഈ രണ്ട് പോയിന്റ് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കില്ല, ഞാൻ ഇപ്പം തന്നെ തുടങ്ങുവാണെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യണമെങ്കിൽ എനിക്ക് അപ്പം തന്നെ ജോലി കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് നിങ്ങൾ എന്തോരം സ്കിൽഡ് ആണ്, നിങ്ങൾ എന്തോരം എടുത്ത് നിൽക്കുന്നു, എന്തോരം എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക്, അങ്ങനത്തെ തൊട്ട് കാര്യങ്ങളിലാണ് എടുത്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഏത് പ്രൊഫൈലോ അല്ലെങ്കിൽ പിന്നെ ഏത് പ്ലാറ്റ്ഫോം എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രഷ് ഗ്രാജുവേറ്റ്സിനെ ഹയർ ചെയ്യണം വളരെ ചുരുക്കമാണ്. എല്ലാ കമ്പനികൾക്കും വേണ്ട എന്താണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത്. പണ്ടത്തെ ട്രെൻഡ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഒരു 3 years ഒക്കെ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 5 years വരെയെങ്കിലും വേണം എക്സ്പീരിയൻസ് കിട്ടാനായിട്ട്, ലൈക്ക് ഒരു ജോലി കിട്ടാനായിട്ട് ഒരു പുതിയ കമ്പനിയിലേക്ക്. അപ്പോൾ ഫ്രഷ് ഗ്രാജുവേറ്റ്സ് എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ജോലി കിട്ടാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കോളേജിൻ്റെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കോളേജിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു ജോലി കിട്ടി പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും കൂടുതൽ ആപ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ 4 വർഷം പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തു, നിങ്ങൾ പല കാര്യങ്ങളിൽ സ്കിൽഡാണ്, നിങ്ങൾ എക്വിപ്ഡ് ആണ് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഫെയർ ചാൻസ് ഉണ്ട് ഒരു ജോലിയിലേക്ക് കയറാനുള്ള അല്ലെങ്കിൽ ഒരു അവസരം കിട്ടാനുള്ള ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയുള്ള. അപ്പോൾ നിങ്ങളുടെ റെസ്യൂമേയിൽ കൂടുതൽ രീതിയിൽ എങ്ങനെ നിങ്ങൾക്ക് എടുത്ത് വെക്കാനുള്ള ഒരു സംഭവത്തിനെ പറ്റി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം, ഞാൻ ലിങ്കിൽ കൊടുക്കാം. ഐ ഗിവ് യു ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ലിങ്ക്ഡിൻ എങ്ങനെയാണ് സൈൻ ഇൻ ചെയ്യണം, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാം, ഞാൻ ഉപയോഗിക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദാറ്റ് ഓൾസോ കംസ് ഫ്രം യു ഗൈസ് ആസ്കിങ് മീ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. പിന്നെ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ്റെ ഒരു ലിങ്ക് വേണമെങ്കിൽ, സൈൻ അപ്പ് ചെയ്യാനുള്ള ലിങ്ക് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങുക, നിങ്ങൾ എടുത്തു വെക്കുന്ന രീതിയിൽ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കുക, നിങ്ങൾ നിങ്ങളുടെ കൊളീഗ്സിനും നിങ്ങളുടെ ക്ലാസ്മേറ്റ്സിനൊക്കെ ഷെയർ ചെയ്യുക, ഇവരും ഒരു അക്കൗണ്ട് തുടങ്ങി നല്ലൊരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത് അലോങ് ദ വേ വരട്ടെ. നിങ്ങൾ ലിങ്ക്ഡിൻ ആണെങ്കിൽ ഫേസ്ബുക്ക് പോലെ ഉപയോഗിച്ച് ഓരോ ആൾക്കാരുടെ പ്രൊഫൈൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് വെച്ചാൽ. നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ബെസ്റ്റ് പേഴ്സൺ ഗെറ്റിംഗ് ദ ജോബ്, ഇറ്റ്സ് ഓൾവേസ് അബൌട്ട് ദ പേഴ്സൺ ഹു സ്റ്റാൻഡ്സ് ഔട്ട്. ആ ആൾക്കാണ് എപ്പോഴും ഒരു കൺസിഡറേഷൻ ഉള്ളത്. അപ്പോൾ നിങ്ങൾ സ്കിൽഡുമാണ്, നിങ്ങൾ എടുത്തും കൂടെ നിൽക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ദാറ്റ് മീൻസ് യു ആർ ദ പേഴ്സൺ ഹൂസ് ഇൻ ഫ്രണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള രീതിയിലേക്ക് ട്രാൻസ്ഫോം ആവാനുള്ള ഒരു 2 ബേസിക് ടിപ്പാണ്. നിങ്ങൾ ഈ കാര്യം കേൾക്കുമ്പോൾ ഓർക്കും ഇതൊക്കെ നമ്മളും കേട്ടിട്ടുണ്ടല്ലോ ലിങ്ക്ഡിന് CV. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലിങ്ക്ഡിൻ അത്ര അപ്ഡേറ്റഡ് ആക്കി വെച്ചിട്ടില്ല. അപ്പോൾ എനിക്കെപ്പോഴും തോന്നാറുണ്ട് എൻ്റെ പ്രൊഫൈല് അത്രയ്ക്ക് മെനക്കൊന്നും വന്നിട്ടില്ലല്ലോ എന്ന്. കാരണം അത് ഞാൻ എടുത്തു വെക്കുമായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അതൊന്നാമത്തെ കാര്യം. പിന്നെ CV-ൻ്റെ കാര്യം. CV നമ്മൾ സാധാരണ അധികം പേരും ഈ CV ഉണ്ടാക്കണത് നമുക്ക് വല്ലതും ഇൻ്റർവ്യൂ എൻ്റെ പോയിന്റിലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ അലോങ് ദ വേ നിങ്ങൾ CV അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുവാണെങ്കിൽ എന്തെങ്കിലും അവസരം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അപ്ലൈ ചെയ്യാം. ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റാണ്, പക്ഷേ അതിൽ അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കാര്യം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കിയത്. ആൻഡ് ഫൈനലി
if you found this useful, subscribe to this channel ആൻഡ് വി ആർ ഗോയിങ് ടു ഗോ ത്രൂ എ ജേർണി. എനിക്കറിയാവുന്ന എക്സ്പീരിയൻസുകളൊക്കെ ഞാൻ മിണ്ടാം. ഞാനാണെങ്കിൽ 10ാം ക്ലാസ് വരെ കുവൈറ്റിൽ പഠിച്ചതാണ്. എന്നിട്ട് 2 വർഷം നാട്ടിൽ പഠിച്ചു സ്കൂളിങ്. എന്നിട്ട് 4 വർഷം എഞ്ചിനീയറിംഗ് ഇവിടെ പഠിച്ചു. എന്നിട്ട് ഇപ്പോൾ 2 വർഷമായിട്ട് IT ഇൻഡസ്ട്രിയിൽ അനലിസ്റ്റായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയേക്കണത്. സോ വെറെവർ യു ആർ, വാട്ട് എവർ യു ആർ, ജോയിൻ ദിസ് കമ്മ്യൂണിറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ കാണാൻ പറ്റുന്ന ആൾക്കാരെന്ന് വെച്ചാൽ ജോലി നോക്കണ ആൾക്കാരോ അല്ലെങ്കിൽ പിന്നെ ലൈഫിനെ പറ്റി ഓരോരോ പേഴ്സ്പെക്റ്റീവ്സും ടിപ്സും കിട്ടാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിലോ അല്ലെങ്കിൽ പിന്നെ ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിലും ജോയിൻ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾ ഇതേ കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം. അപ്പോൾ പുതിയ ആൾക്കാർക്ക് കാണുമ്പോൾ അവർക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ I hope this video has been useful to you. So before you go, subscribe, like and comment. I'll catch you next time. Bye.